ഭിന്നശേഷിക്കാരായ പൗരന്മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതിനായി സഞ്ജീവനം 2K24 എന്ന പേരിൽ സേവന പദ്ധതി നടക്കുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന. ജൂലൈ 7-ാം തീയതി ഇരട്ടയാറിൽ നടക്കുന്ന പരിപാടി ഇടുക്കി RTO PM ബഷീർ ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിക്കാരായ പൗരന്മാർ നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത് ജീവിതത്തിന്റെ വലിയൊരു സമയം പാഴാക്കുകയാണ്. ഇതിനൊരു പരിഹാരമായാണ് സഞ്ജീവനം 2K24 ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് സഞ്ജീവനം 2K24 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി ഒരു പേര് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റന്നാൾ 7-ാം തീയതി ഇരട്ടയാറ് വെച്ചിട്ട് ലേണേഴ്സ് ലൈസൻസ് അതിൻ്റെ പരീക്ഷയും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അതിനു വേണ്ടിയിട്ട് നെടുങ്കണ്ടത്തെ ഡോക്ടേഴ്സ് സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫണ്ട്, ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് ആവശ്യമായ ഫണ്ട് 2 സംഘടനകൾ, ഒന്ന് റോട്ടറി ക്ലബ്ബ് വലിയ തോവാളി, അതുപോലെ തന്നെ ചേറ്റുകുഴി ലയൺസ് ക്ലബ്ബ്, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അതിൻ്റെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് ചെയ്യുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA അവിടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മറ്റു സംഘടനകൾ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിൻ്റെ പൂർണ്ണമായും അവരുടെ സപ്പോർട്ട് കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്കും ഓൺലൈൻ ചെയ്യേണ്ട വർക്കൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതെല്ലാം അവർ സഹകരിക്കുന്നുണ്ട്. പിന്നെ ഇരട്ടയാറിലുള്ള ഒത്തിരി യൂത്ത്, അതുപോലെ തന്നെ ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും. ഇത് ലേണേഴ്സ് എടുത്ത് 1 മാസം കഴിയുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടി കഴിയുന്നതോടുകൂടി മാത്രമേ ഈ ഒരു പദ്ധതി പൂർണ്ണമാവുകയുള്ളൂ. നിലവിലിതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിന്റെ ഭാഗമായാണ് ഭിന്നശേഷിക്കാർക്കായി ഇരട്ടിയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂൾ അങ്കണത്തിൽ ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നത്. ഈ സഞ്ജീവനം 2K24 അനുബന്ധിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാം വരുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, അത് ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈവിങ്ങിന് യോഗ്യത ഉണ്ടാവുക എന്നുള്ളൊരു സംഭവം കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതകൾ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ENT സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു കുറവുണ്ട് ശരിക്കും പറഞ്ഞ ഈ ഭാഗത്ത്. അപ്പോൾ അത് മാത്രമല്ല, അവരുടെ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറീസിൻ്റെ സഹായം വേണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ENT സർട്ടിഫിക്കറ്റ് നേരത്തെ ഉള്ളവർ, അതായത് ഹോസ്പിറ്റലുകളിൽ പോയി ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചവർ വരുവാണെങ്കിൽ എളുപ്പമാണ്. മറ്റേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം കേൾവി ശക്തിയുടെ പെർസെൻറ്റേജ് നമുക്കറിയാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നമ്മൾ ഇതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മറ്റേ ഇരട്ടയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വന്ന് സൗകര്യത്തിന് ടെസ്റ്റൊക്കെ നടത്താൻ. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ അവർക്കാണ് അതുമായിട്ട് നല്ല പരിചയമുള്ളത്. ഇവരുടെ ആപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ പരിചയമുള്ളത് അവരാണ്. അപ്പോൾ അവരുടെ സഹകരണം ഉണ്ടാവും. ഈ പറഞ്ഞ റോട്ടറിയുടെയും അതുപോലെ തന്നെ ലയൺസ് ക്ലബിൻ്റെയും ഒക്കെ വോളണ്ടിയേഴ്സും ഒക്കെ ഈ പ്രോഗ്രാമിൽ ഇവിടെ സന്നിഹിതരായിരിക്കും. ഒരു നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടത്തി ഇവർക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക്. മെഡിക്കൽ പരിശോധനയ്ക്ക് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി സിവിൽ സർജൻ ഡോക്ടർ ശ്രീജിത്ത്, നേത്രരോഗ വിദഗ്ധയായ ഡോക്ടർ സിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം പരിശോധന നടത്തും. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അവരിത്ര നാളും വീടിൻ്റെ ഉള്ളിലായിരുന്നു. അവരെയൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി സഹായിച്ചത് ഗവൺമെൻറ്റാണ്. അവർക്ക് മുച്ചക്ര വാഹനം കൊടുത്തു. ഈ മുച്ചക്ര വാഹനം കൊടുക്കുമ്പോൾ ഇവരെല്ലാം ചെയ്തതെന്ന് വെച്ചാൽ ലേണേഴ്സ് മാത്രമേ മേടിക്കാറുള്ളൂ. ജില്ലാ പഞ്ചായത്താകട്ടെ, ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, ഈ ഗ്രാമപഞ്ചായത്താകട്ടെ, ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മുച്ചക്ര വാഹനം കൊടുക്കുക. എന്നിട്ട് എന്നാ ചെയ്യുക, ഈ മുച്ചക്ര വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റോ അല്ല മറ്റു വണ്ടി വന്ന് കയറിയാലോ ഇവർക്ക് യാതൊരു ക്ലെയിമും കിട്ടാത്തതിൻ്റെ കാരണം ഇവർക്ക് ലൈസൻസ് ഇല്ല. ഈ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് ലൈസൻസ് എടുക്കാൻ ചെല്ലാൻ പറയാറുണ്ട്. പക്ഷെ ആരും പോകത്തില്ല. ഒന്നാമതെ അതിനുവേണ്ടി മെനക്കെടാറില്ല. പിന്നെ ഒരു മുച്ചക്ര വാഹനം കിട്ടിയപ്പം 10 ലോട്ടറി വിറ്റാലേ അന്ന് കഴിയാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അവർ
ഈ ലൈസൻസ് എടുക്കാതെ ഇങ്ങനെ നടക്കുന്ന കുറേ അപകടങ്ങളുണ്ടായപ്പോൾ ഞങ്ങളോടൊക്കെ പലയിടത്തും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അങ്ങനെ മടിയുള്ളവരല്ല, നമുക്കൊരു ലൈസൻസ് കൊടുക്കാനുള്ള ഒരു പരിപാടി ക്യാമ്പയിൻ ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഈ 2 സാറുമാരാണ് മുൻകൈ എടുത്തത്. ഞങ്ങളെ വിളിച്ച് വരുത്തി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ എല്ലാം ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റ് വെച്ച് ഇവരെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നാളെ കഴിഞ്ഞ് ഇരട്ടയാറ്റിൽ വെച്ച് ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാന ഘടകം പുള്ളിയാട്ടോ. പുള്ളിയുടെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗ്രീൻ ഡേ സ്കൂള് നിഖിൽ ആണ് അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് എന്നെ ബന്ധപ്പെടുന്നതും. ചെങ്കുട്ടി ചേട്ടാ ഇങ്ങനൊരു കേസുണ്ടല്ലോ, നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചാൽ ആർട്ടിയോട് സംസാരിച്ചാലോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിന് 99% 110% മനസ്സെടുത്ത് സാറുമാർ മുന്നേ വന്നു. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് കയറുന്നു, മറുപടി അറിയുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു പരിപാടിയല്ല അത്. ഗവൺമെൻറ് തീരുമാനിച്ച ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ കൂടുന്നു. അപ്പോൾ നാളെ കഴിഞ്ഞ് ഞങ്ങൾ ഇവരെ വിളിച്ചിട്ട് അവരുടെ എല്ലാ ഫോട്ടോ വെരിഫിക്കേഷൻ എല്ലാം നടത്തും. എല്ലാ സർട്ടിഫിക്കറ്റും വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമല്ല, അവിടെ ഓർത്തോയുടെ ഡോക്ടറെ നമ്മളവിടെ ഹാജരാക്കുന്നുണ്ട്. അവർ വേറെ ഓർത്തോയുടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകണ്ട. വലിയ തോവാള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ് ഓഫ് ചേറ്റുകുഴി എന്നീ സംഘടനകളാണ് പദ്ധതിക്കാവശ്യമായ സാമ്പത്തിക ചെലവ് വഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ SKDAWF ജില്ലാ പ്രസിഡന്റ് ശിവൻകുട്ടി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫ്രാൻസിസ് S, മുജീബ് PS, ജോസ് മാത്യു പുല്ലാന്തനൽ, റോമി ദേവസ്യ, ബിനു വി ബേബി, ജോജോ മരങ്ങാട്ട്, ജെയിംസ് മടിക്കാങ്കൽ, ഉത്തമൻ, സിബി സെബാസ്റ്റ്യൻ, സലീം N, നിഖിൽ N, സജീവ് കുമാർ, ബിജോ സെബാസ്റ്റ്യൻ, ഷാജി TS തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്കായി 9447309337 എന്ന നമ്പറിലോ 9447835939 എന്ന നമ്പറിലോ 9961895592 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗോഫറിൽ വമ്പൻ ഓഫറിൽ വമ്പൻ ഓണം. ഈ ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും 50% വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങാം. 100-ൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ, വിവിധ തരത്തിലുള്ള ഓഫീസ് ഫർണിച്ചറുകൾ, വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലുമുള്ള വാർഡ്രോബുകൾ, ബെഡ്റൂം സെറ്റ് പ്ലസ് കട്ടിൽ പ്ലസ് 3 ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ, ബെഡ് സൈഡ് ബോക്സ് ബെഡ്റൂം സെറ്റ് പാക്കേജുകൾ 23,999 മുതൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ പഴയ ഫർണിച്ചർ മാറ്റി പുതിയ ഫർണിച്ചർ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫർ. എയറോഫിറ്റ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിന് 40% വരെ വിലക്കുറവും. ഈ ഓണം നന്നായി ഇരുന്നോണം. ഗോഫർ ഫർണിച്ചർ, ഓപ്പോസിറ്റ് KSRTC ഡിപ്പോ, വെള്ളയാംകുടി, കട്ടപ്പന.